സ്വർണം മോഷ്ടിക്കാൻ പാലക്കാട് വടകരപ്പതിയിൽ വയോധിയെ കൊലപ്പെടുത്തിയ 19-കാരനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കൊലപാതകത്തിന് ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. കൊല്ലപ്പെട്ട സരസാളിൽ നിന്നും മോഷ്ടിച്ച മൂക്കുത്തി പ്രതി സുഹൃത്തിനൊപ്പം പൊള്ളാച്ചിയിൽ വിൽപ്പന നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഈ 19-കാരൻ ഒറ്റയ്ക്ക് നടത്തിയ കവർച്ചയാണോ എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഒരു മൂക്കുത്തിക്ക് വേണ്ടി ഒരു വയോധിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഇന്നലെയാണ് കേരളത്തെ നടുക്കിയ ഈ കൊലപാതക വിവരം പുറത്തു വരുന്നത്. കഴിഞ്ഞ മാസം 10-ാം തീയതിയോടുകൂടിയാണ് ഈ സരസാൾ എന്ന് പറയുന്ന വടകരപ്പതി ആട്ടയാമ്പതി സ്വദേശിയായിട്ടുള്ള 66 വയസ്സുകാരി ഈ വയോധികയെ കാണാതാവുന്നത്. പിന്നീട് ഇവരുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് വ്യാപകമായി അന്വേഷണവും തിരച്ചിലും നടത്തുന്നു. ഇതിനിടയിലാണ് സമീപവാസിയായിട്ടുള്ള ഒരു യുവാവിനെ കുറിച്ച് വിവരം ലഭിക്കുകയും ഈ യുവാവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ ഈ വെളിപ്പെടുത്തൽ യുവാവ് നടത്തുകയും ചെയ്തത്. പിന്നീട് ഇന്നലെ ഈ യുവാവിനെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ നിന്ന് ഈ യുവാവ് കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് തന്നെ ഈ സരസാളിന്റെ മൃതദേഹ അവശിഷ്ടങ്ങളും ലഭിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ 19 വയസ്സുകാരൻ ഉദയകുമാർ നിലവിൽ റിമാൻഡിലാണ്. പക്ഷേ ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. കാരണം ഇന്നലെ ഈ യുവാവ് ഒടുവിൽ ആദ്യം പോലീസിൽ നൽകിയ മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ യുവാവ് പോലീസിനോട് പറഞ്ഞിരുന്നത് താനും തന്റെ സുഹൃത്തായിട്ടുള്ള ഒരു 17 വയസ്സുകാരനും ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ്. പക്ഷേ ഇന്നലെ ഏറ്റവും ഒടുവിൽ ഈ യുവാവ് മൊഴി മാറ്റി പറഞ്ഞത് തനിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല, ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ സരസാളിന്റെ ശരീരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഈ കവർച്ച ചെയ്തെടുത്തിട്ടുള്ള ഈ മൂക്കുത്തി അത് പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു സുഹൃത്തിന്റെ സഹായത്തോടു കൂടി 6000 രൂപയ്ക്ക് വിൽപ്പന നടത്തി എന്നുള്ള രീതിയിലുള്ള മൊഴിയും നൽകി. ഏതായാലും ഈ വിഷയത്തിലെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരണം. അതിനുവേണ്ടിയാണ് ഈ യുവാവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതെന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. യുവാവിന് ആരുടെയൊക്കെയോ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് സംഘം ഇപ്പോഴും ഉള്ളത്. അത് ഈ 17-കാരനാണോ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. ആ യുവാവ് ഇപ്പോൾ ഈ 17-കാരനായിട്ടുള്ള ഈ യുവാവ് ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നു. അതിനോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ ഈ പിടിയിലായിട്ടുള്ള ഉദയകുമാറിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വിൽപ്പന നടത്തിയെന്ന് പറയുന്ന സ്വർണം അത് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് യുവാവിനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം പിന്നീട് പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോയി വീണ്ടും തെളിവെടുപ്പ് നടത്തും. പാലക്കാട് വീണ്ടും തെളിവെടുപ്പ് തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ സരസാൾ എന്ന് പറയുന്ന 66 വയസ്സുകാരിയെ ക്രൂരമായി കൊല ചെയ്ത് പിന്നീട് മൃതദേഹം ശുചിമുറിയിലിട്ട് കത്തിച്ച് ആ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഈ ഉദയകുമാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ആ ഉദയകുമാറിനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിന്റെ തീരുമാനം. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദമായ വിവരങ്ങൾ നൽകി.